എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ അടുത്ത യാത്ര നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. വേറൊരു വഴി കൂടെയാണ് വിശേഷങ്ങളൊക്കെയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ അത്യാവശ്യം ഇപ്പം മൺട്രോവിയ നമ്മുടെ ലൈബീരിയയുടെ തലസ്ഥാനമാണ്. അപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് എന്താ പറയുക, എല്ലാം ഡെവലപ്ഡായിട്ട് അത്യാവശ്യം റോഡുകളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത റോഡുകളൊക്കെയാണ്. ടാറൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചെറിയൊരു കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടാറൊക്കെ ചെയ്ത നല്ല റോഡുകളാണ്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്കറിയത്തില്ല, ബുഷിലോട്ടൊക്കെ കാണാൻ, അതായത് ഫോറസ്റ്റ് ഏരിയ, അധികം ജനവാസങ്ങളില്ലാത്ത ഏരിയയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനാണ് റോഡിലധികം നല്ല റോഡൊന്നും കിട്ടാത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതിച്ചു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് ടാക്സീസൊക്കെ അവൈലബിൾ ആണ്. ഈ ഇടയ്ക്ക് ഇവിടെ റൂൾസ് ഇച്ചിരി ആക്റ്റീവ് ആക്കിയായിരുന്നു. അതായത് ജംഗ്ഷൻ ഏരിയയിൽ അവിടെ ജാക്കറ്റും ബൂട്ടും പിന്നെ ഹെൽമറ്റും ഒക്കെ വെച്ചോണ്ടേ ഉള്ളൂ ബൈക്ക് യാത്രക്കാർക്ക്. അതായത് ബൈക്കിൽ ഒത്തിരി പേരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നായിരുന്നു. ഇപ്പം പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയൊന്നും അധികം കാണുന്നില്ല. ആൾക്കാർ യഥേഷ്ടം യാത്ര ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ബൈക്ക് ടാക്സി വേറൊരു ജംഗ്ഷനിലേക്ക് നമ്മൾ വാട്ട്സ് നെയിം ഓഫ് ദിസ് ജംഗ്ഷൻ? സെക്കൻഡ് ജംഗ്ഷൻ 72nd ജംഗ്ഷൻ അങ്ങാണ്ടാണ്. 72nd ജംഗ്ഷൻ, പൈനവില്ലെ, മൊൺട്രോവിയ, ലൈബീരിയ. സോ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നത് ELWA ജംഗ്ഷൻ, അതായത് നമ്മുടെ പുറകിലോട്ട് പോകുമ്പോഴത്തേക്കിനും ELWA ജംഗ്ഷൻ, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സോ ഒരു സൈഡിൽ നല്ല വികസിച്ച നല്ല കെട്ടിടങ്ങളുള്ളപ്പോൾ മറ്റു സൈഡിൽ ഇതുപോലെ പഴയ ചെറിയ വീടുകളും ചേരി പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം 8 മണി സമയമൊക്കെയാണ്. സിറ്റിയൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് ഫ്രീപോർട്ട് റോഡിലേക്കാണ് കേട്ടോ. അതായത് നമ്മളിന്നലെ പോയപ്പോഴത്തേക്കിനും കണ്ട ഫ്രീപോർട്ട് ഷിപ്പൊക്കെ വരുന്നതും പിന്നെ ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ടേഷന് വേണ്ടിയൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഷിപ്പൊക്കെ വരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത് ഡീവിയേഷൻ എടുത്ത് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. 72nd ജംഗ്ഷനിൽ നിന്നും ഫ്രീപോർട്ട് റോഡിലേക്കാണ്. എല്ലാം ആക്റ്റീവായി തുടങ്ങി. 8 മണി സമയമാണ് കേട്ടോ ഇപ്പം. 8:15 സമയമായി കഴിഞ്ഞു. ക്ലൈമറ്റ് ഇച്ചിരി ബാഡ് ക്ലൈമറ്റാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി മഴയും ഈ ദിവസങ്ങളിൽ മഴയൊക്കെയാണ് ഭയങ്കര. അപ്പം മഴയുടെ പ്രശ്നങ്ങൾ, ഇന്നലെ രാത്രിയിലും ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നൊരു സിറ്റുവേഷൻ ഒക്കെ കാണാൻ പറ്റുന്നത്. മാർക്കറ്റുകളൊക്കെ കടന്ന് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ഓട്ടോ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഓട്ടോയും ടാക്സിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൈക്കും ടാക്സിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോയ്ക്ക് ഇവിടെ പറയുന്നത് KK എന്നാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബസ് എന്ന് പറയുന്നത് ഇവിടെ അറിയപ്പെടുന്ന സാധനം കേട്ടോ. ഇതിലാണ് അവർ ബസ്സായിട്ട് അവർ ഉപയോഗിക്കുന്നത്, യാത്രയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഈ ഓട്ടോയും KK ഓട്ടോയും ഉണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കേട്ടോ ഈ KK എന്നൊക്കെ ഓട്ടോയൊക്കെ. നമ്മളിപ്പോൾ ഫ്രീപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഫ്രീപോർട്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പുറകെ കൂടെയുള്ള റോട്ടിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇപ്പം നമ്മൾ നേരെ ഫ്രീപോർട്ട് വഴി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് പിടിച്ച് വാഹനങ്ങൾ പോവുകയും വരുകയും. റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. റോഡൊക്കെ കുളം പോലെ കിടക്കാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ ഭയങ്കര ഫാർ ബെറ്ററാണ്. ഗൈസ് അത് കണ്ടോ, ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അത് യാമാണ് കേട്ടോ, എലിഫൻ്റ് യാം എന്നാണ് പറഞ്ഞത്. എലിഫൻ്റ് യാമാണോ യാമാണോ ചേനയാണെന്ന് തോന്നുന്നു. അല്ല, ചേമ്പ്. അതുപോലെ തന്നെ പഴയ ബിൽഡിങ്ങുകളൊക്കെ നോക്കുക. പഴയ ബിൽഡിങ്ങുകൾ, ടയർ. ഈ
കാണുന്ന പഴയ റെയിൽവേ ട്രാക്കായിരുന്നു കേട്ടോ. ഈ മുകളിൽ കൂടെ കാണുന്ന റെയിൽവേ ക്രോസ് ആയിരുന്നു. നേരത്തെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇതുണ്ടോ ഇത്, പക്ഷേ ഇപ്പം അതില്ല കേട്ടോ. ഇപ്പോൾ ഈ സംവിധാനമൊന്നും ഇല്ല ഇവിടെ. അതൊക്കെ ഒരു പുരാവസ്തു പോലെ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ വഴിയോര കച്ചവടം നടക്കുന്ന ഒരു റോഡിന് മുമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ലൈബീരിയ രാജ്യത്ത് വഴിയോര കച്ചവടത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള രാജ്യമാണ് കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ വഴിയോര കച്ചവടം ഈ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുടകളുമായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ വാനിനകത്ത് സാധനങ്ങൾ വെച്ച് വയ്ക്കുകയും അങ്ങനെ പല വിധത്തിലുള്ള കച്ചവടങ്ങൾ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു വെള്ളത്തിനകത്ത് പെട്ടുപോയി. തുടർമാനമായിട്ടുള്ള യാത്രയായതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ബ്രെഡും ജാമും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോവാം കേട്ടോ. ഈ ചെറുക്കനാണ് നമ്മുടെ കൂട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി വന്നത്. അവൻ്റെ കടയിൽ നമ്മളിന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവൻ നമ്മുടെ കൂട്ടത്തിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മളോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവൻ ഈ പയ്യനാണ് നമ്മളെ റോഡ് മുറിച്ച് കിടക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. നല്ലൊരു പയ്യനാണ്. ഇതുപോലെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ ഈ രാജ്യത്തുണ്ട് കേട്ടോ. അവൻ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ അവൻ്റെ അമ്മേനെ സഹായിച്ചുകൊണ്ട് ഈ ചെറിയ കടയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം അവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ ചെറുക്കനോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം കേട്ടോ. റോഡ് മുറിച്ച് കിടക്കുകയാണ്. നമ്മളിപ്പം ഈ വലത്തോടെ കാണുന്ന വഴി കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മൾ ഈ റോഡ് മുറിച്ച് കടന്ന് നമ്മുടെ വാഹനം അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയാണിത് കേട്ടോ. ഫുള്ളും മൺ റോഡാണ്. പുതിയ റോഡാണ്. കിലോമീറ്ററോളം മൺ റോഡ് തന്നെയാണ്. ഇതിൽ കൂടെയാണ് നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി വരുന്ന കണ്ടീഷൻ ഒന്ന് നോക്കിയ കേസ്. ഇവിടെ റോഡ് ഭയങ്കര ശോകമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിറങ്ങി നടക്കേണ്ടി വന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾക്ക് ഇവിടെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അവർ അടി തട്ടുക ഭയങ്കരമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കുക. ഈ ബ്രിഡ്ജ് ഇച്ചിരി പ്രശ്നമാണ് കേസ്. ഓക്കെ, യെസ്. വണ്ടിയുടെ അടി യൂഷ്വലി തട്ടുകയാണ് ഭയങ്കരമായിട്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ദിസ് റോഡ്സ് ആർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈസ് വെരി ലെസ്. കാറ് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ നടന്നു പോകാം കേട്ടോ. കാറവിടെ പോയി ഇച്ചിരി ദൂരം നമ്മൾ നടന്നു വന്നു. അതുകൊണ്ട് റോഡ് കല്ലൊക്കെ ഉള്ള വഴിയാണ്. അവിടെ ഇങ്ങനെ ഇച്ചിരി കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്.